ഇസ്ലാമിന് പല ബ്രാൻഡുകളുണ്ടോ? എന്താണത്? നമുക്ക് നോക്കാം. പല മതചർച്ചകളും ഇങ്ങനെയാണ്. വലിയ സത്യം മുന്നിലിരിക്കുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നു. ഈ ബ്രാൻഡുകൾക്കപ്പുറം ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് പ്രശ്നം. ഇന്ന് ഇസ്ലാമിനെ പലരും ഓരോരോ ലേബലുകളിലാണ് കാണുന്നത്. ഓരോ ഗ്രൂപ്പും അവരവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഇസ്ലാമിനെ നിർവചിക്കുന്നത്. അതാണ് രസകരം. ഇത് ഒരു ജനലിലൂടെ സൂര്യനെ നോക്കുന്ന പോലെയാണ്. ജനൽ ചതുരമാണെങ്കിൽ സൂര്യനും ചതുരമാണെന്ന് തോന്നും. പക്ഷേ ഖുർആനിന്റെ കാഴ്ചപ്പാട് വളരെ വിശാലമാണ്. ഒരു ഗ്രൂപ്പിനു വേണ്ടിയല്ല, ലോകത്തിനാകെ വേണ്ടിയുള്ളതാണ്. അതായത് വിശാലമായൊരാശയത്തെ നമ്മൾ ചെറിയ ചട്ടക്കൂടുകളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. പ്രവാചക മാതൃക നോക്കൂ. അദ്ദേഹം ഒരു സംഘടനയുടെയും ആളായിരുന്നില്ല, മനുഷ്യരുടെ വഴികാട്ടിയായിരുന്നു. അദ്ദേഹം വിശന്നവന് ഭക്ഷണം കൊടുത്തു, അവരുടെ മതം ചോദിച്ചില്ല. അയൽക്കാരെ സ്നേഹിച്ചു, വിശ്വാസം നോക്കിയില്ല. ഇവിടെയാണ് മാറ്റം. മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച സ്ഥാനത്ത് ഇന്ന് പലരും സ്വന്തം ഗ്രൂപ്പിനെ മാത്രം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. അതെ, നല്ല മുസ്ലിമാകാൻ ഒരു സംഘടനയുടെയും മെമ്പർഷിപ്പ് കാർഡ് വേണ്ട. വേണ്ടത് നല്ല പെരുമാറ്റമാണ്. അപ്പോ യഥാർത്ഥ ചർച്ച നടക്കേണ്ടത് നീതി, കാരുണ്യം പോലുള്ള വിഷയങ്ങളിലാണ്, അല്ലാതെ തർക്കങ്ങളിലല്ല. ഇനി ഇസ്ലാം ലോകസമാധാനത്തിന് മുന്നോട്ട് വയ്ക്കുന്ന 4 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് മനുഷ്യസമത്വം. ഒരാൾ മറ്റൊരാളേക്കാൾ വലുതാണെന്ന ചിന്തയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ഖുർആൻ പറയുന്നു, നിങ്ങളെല്ലാവരും ഒരു കുടുംബമാണ്. ജാതിയോ നിറമോ അല്ല, ഭക്തിയാണ് പ്രധാനം. രണ്ടാമത്തേത് ജീവിക്കാനുള്ള അവകാശം. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണെന്ന ഉറപ്പാണത്. ഒരാളെ അന്യായമായി കൊന്നാൽ അത് ലോകത്തുള്ള എല്ലാവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് ഖുർആൻ പറയുന്നത്. മൂന്നാമത്തത് നീതി. സമാധാനത്തിന് നീതി അത്യാവശ്യമാണ്. അത് ശത്രുവിനോടായാലും ശരി. അതായത് ഒരാളോടുള്ള ദേഷ്യം കാരണം അവരോട് അനീതി കാണിക്കരുത്. നീതി എല്ലാവർക്കും ഒരുപോലെയാവണം. നാലാമതായി യുദ്ധസാഹചര്യങ്ങളിൽ പോലും പാലിക്കേണ്ട ചില ധാർമ്മിക നിയമങ്ങളുണ്ട്. യുദ്ധത്തിലായാലും സ്ത്രീകളെയോ കുട്ടികളെയോ ഉപദ്രവിക്കരുത്, മരങ്ങൾ മുറിക്കരുത്, കൃഷി നശിപ്പിക്കരുത്. അപ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ രാഷ്ട്രീയം കാരുണ്യത്തിന്റേതാണ്, തർക്കങ്ങളുടേതല്ല. അതായത് ഇസ്ലാം ഒരു കൂടല്ല, പറന്നുയരാനുള്ള ആകാശമാണ്. ആ വിശാലത കാണാൻ നമുക്ക് കഴിയണം. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ കാണുന്ന ഈ ചെറിയ കൂടുകളാണോ യഥാർത്ഥ ആകാശം?